നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തു. എന്തെങ്കിലും കാരണത്താൽ ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ചോദിക്കാനോ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് ഒന്ന് റിട്ടേൺ ചെയ്യാനോ ഒക്കെ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിൽ ഒന്ന് ബന്ധപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ അങ്ങോട്ട് വിളിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള നമ്പരുമില്ല. അപ്പോൾ കുറച്ച് പേര് പറയും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി നമ്പർ കിട്ടുമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ കിട്ടുന്ന നമ്പറുകളൊക്കെ സ്കാം ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഫ്ലിപ്കാർട്ടിൽ കോൺടാക്റ്റ് ചെയ്യും? ഫ്ലിപ്കാർട്ടിൽ നമുക്ക് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവർ നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. അതിനുള്ള മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി നമ്മുടെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. വലത്തെ സൈഡിൽ താഴെയായി അക്കൗണ്ട് എന്ന് കാണാം. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത്തെ സൈഡിൽ മുകളിലായി ഓർഡേഴ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളുടെ ഒരു ലിസ്റ്റ് വരും. അതിലേത് പ്രോഡക്റ്റിനെ കുറിച്ചാണോ അറിയേണ്ടത് ആ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് റീപ്ലേസ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് സൈഡിൽ മുകളിലായി ഹെൽപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ചാറ്റ് വിത്ത് അസ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഏറ്റവും താഴെയായി കാണുന്ന മോർ ഓപ്ഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയായി കാണുന്ന സംതിങ് എൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏറ്റവും താഴെയായി കാണുന്ന റൈറ്റ് എ മെസ്സേജ് എന്ന് കാണുന്നിടത്ത് അക്കൗണ്ട് റിലേറ്റഡ് എൻക്വയറി എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് ഇതേപോലെ ആയിരിക്കും വരിക. അവിടെ റിക്വസ്റ്റ് എ കോൾ എന്നത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഭാഷ സെലക്ട് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മൾ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഭാഷ വശമുണ്ടെങ്കിൽ അത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറുകളൊക്കെ കാണിക്കും. അതിലേത് നമ്പറിലേക്കാണ് കോൾ വരേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്പസമയത്തിന് ശേഷം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് കോൾ വരും. അതെടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്. കോൾ കട്ടായതിന് ശേഷം നമ്മൾ ഏത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടാണോ ഫ്ലിപ്കാർട്ടുമായി സംസാരിച്ചത് ആ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെയായി ഒരു മെസ്സേജ് വന്നിരിക്കുന്നതായി കാണാം. അതിനർത്ഥം നമ്മൾ സംസാരിച്ച കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഏത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിനും നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും നമസ്കാരം.